ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളെപ്പോഴും ഇടും പോലെ കേക്ക് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും പറയാനുള്ളത് വേറെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. തംബ്നെയിൽ കണ്ട മാതിരി തന്നെ ഇത് സത്യം പറഞ്ഞ ഓൺ വോയിസിൽ വന്ന് ക്യാമറേൻ്റെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ച കാര്യമാണ് കേട്ടോ. പക്ഷേ എന്തോ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാൻ എനിക്കങ്ങനെ തീരെ ധൈര്യം വരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഓൾറെഡി കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്യാലറിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ വേഗം എഡിറ്റ് ചെയ്ത് അങ്ങനെ പറയാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. സംഭവം തംബ്നെയിൽ കണ്ട മാതിരി തന്നെ നമ്മുടെ ചെറിയ ബിസിനസ്സിൽ നമ്മൾ ചിലപ്പോൾ സ്വന്തത്തിൻ്റെയോ ബന്ധത്തിൻ്റെയോ ഒക്കെ പുറത്ത് ആളുകൾക്ക് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. 50 100 ഒക്കെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നവരായിരിക്കാം മിക്കവാറും ആളുകൾ. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ആരുടെയും മനസ്സിൽ നമ്മുടെ ബ്രാൻഡിനെ വളർത്തിക്കൊണ്ടുവരുമോ അല്ലെങ്കിൽ നമ്മുടെ അത്യാവശ്യം ഡിസ്കൗണ്ടൊക്കെ തന്നവരാണ്, നല്ല ടീമാണ്, നല്ല കേക്കാണ് എന്ന് വിചാരിച്ചിട്ട് വീണ്ടും വീണ്ടും നമുക്ക് ഓർഡർ തരുമെന്നോ ഒരിക്കലും വിചാരിക്കരുത്. അതൊരു തെറ്റായ ധാരണയാണ് കേട്ടോ. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ബ്രാൻഡിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ എത്ര സിൻസിയറായിട്ട് എത്ര ക്വാളിറ്റിയിൽ നമ്മൾ സാധനങ്ങൾ അത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്തു കൊടുത്താലും അതിൻ്റെ ഒരു റിസൾട്ട് വന്നത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും കേട്ടോ. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഈ പറഞ്ഞ സെയിം എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായി. എനിക്കത് തീരെ ഒട്ടും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് എനിക്ക് ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ എൻ്റെ കേക്കിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വരുത്താത്ത ആളാണ് കേട്ടോ. കാരണം നമ്മൾ കടകളിലെ കേക്കൊക്കെ അപേക്ഷിച്ച് ഹോം ബേക്കേഴ്സിനൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ ഹോം ബേക്കേഴ്സിൻ്റെ കേക്ക് കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിക്കുന്നവർക്കും പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. നമ്മുടെ കടകളിലെ കേക്കുകളെ അപേക്ഷിച്ചിട്ട് ക്വാണ്ടിറ്റി വൈസ് ആണെങ്കിലും ക്വാളിറ്റി വൈസ് ആണെങ്കിലും അതേപോലെ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന കേക്കുകളിൽ ഫില്ലിങ്സ് ഒക്കെ വളരെ കുറവായിരിക്കും. കാരണം ഒരു തവണ എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ അനിയത്തിയും അനിയനും കൂടെ എനിക്ക് സർപ്രൈസ് ആയിട്ട് ഒരു സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ കേക്ക് കട്ട് ചെയ്ത് കഴിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഒന്നും തന്നെയില്ല. നമ്മൾ വീട്ടിൽ ഹോം ബേക്കേഴ്സ് സ്പാനിഷ് ഡിലേറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നട്ട്സും കാര്യങ്ങളും അത് കയ്യിലുള്ളത് നട്ട്സ് എന്തായിക്കോട്ടെ, കാഷ്യൂ ആണെങ്കിൽ കാഷ്യൂ, ബദാമാണെങ്കിൽ ബദാം, കാഷ്യൂവും ബദാമും രണ്ടും ഉണ്ടെങ്കിൽ അങ്ങനെ അതെല്ലാം നമ്മൾ മാക്സിമം ഇട്ട് പ്രലൈനൊക്കെ റെഡിയാക്കിയാണ് നമ്മൾ സ്പാനിഷ് ഡിലേറ്റ് റെഡിയാക്കി കൊടുക്കുന്നത്. പ്രലൈൻ റെഡിയാക്കണ കാര്യം കുറച്ച് ആളുകൾക്കെങ്കിലും അറിയായിരിക്കും. നമ്മൾ ഷുഗർ ക്യാരമലൈസ് ചെയ്ത് പിന്നെ അതിനകത്തേക്ക് റോസ്റ്റഡ് ആയിട്ടുള്ള നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പ്രലൈൻ റെഡിയാക്കണത്. അതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ബട്ടർ സ്കോച്ച് സ്പാനിഷ് ഡിലൈറ്റ് ഒക്കെ പോലുള്ള കേക്കുകൾ റെഡിയാക്കണത്. അപ്പോൾ സത്യം പറഞ്ഞാൽ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന കേക്കുകളിൽ ഫില്ലിങ്സ് എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. അതുകൊണ്ട് നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ കേക്കുകൾ ചെയ്യുന്നതുകൊണ്ടായിരിക്കും കൂടുതൽ ആളുകൾ ഓരോ ഇവൻറ്റ്സിനൊക്കെ ഹോം ബേക്കേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കാത്ത കുറച്ച് ആളുകളുണ്ട് നമുക്ക് ചുറ്റും. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എൻ്റെ അടുത്ത് കൂടുതലും കേക്ക് ഓർഡേഴ്സ് വന്നത് എനിക്ക് തോന്നുന്ന ഒരു 70% ആളുകളും എനിക്കറിയാവുന്ന ആളുകളായിരിക്കും. ബാക്കിയുള്ളവരായിരിക്കും പരിചയമില്ലാത്ത ആൾക്കാർ. അപ്പോൾ അങ്ങനെ അറിയണ ആളുകളാകുമ്പോൾ എന്തെങ്കിലും ഒരു ബന്ധവും അതിലുണ്ടാകും. ഒന്നല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സ് ആയിരിക്കാം, റിലേറ്റീവ്സ്, എന്തെങ്കിലും കസിൻസ്, അങ്ങനെ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ ബന്ധത്തിൻ്റെ പുറത്ത് ഞാൻ പൊതുവേ എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ എന്നും എന്നെ ചീത്ത പറയാറുണ്ട്, നീ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കണത് നല്ലതല്ല, നിന്നെ തന്നെ മോശമായിട്ട് ബാധിക്കും, നമ്മുടെ ബ്രാൻഡ് തന്നെ ഇല്ലാണ്ടായി പോകും നമ്മൾ ക്വാളിറ്റി. കാരണം നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആളുകൾ നമ്മുടെ ക്വാളിറ്റി വെച്ചത് കമ്പയർ ചെയ്യും. ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടായിരിക്കാം അവർ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കണേന്നൊക്കെ എന്നോട് എന്നും പറഞ്ഞു തരുമായിരുന്നു. പക്ഷെ ഞാൻ അത്ര കാര്യമാക്കിയിട്ടില്ല. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായപ്പോൾ ശരിക്കും അതെനിക്ക് മനസ്സിലായി. വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം തീരുമാനിച്ചു, ഇനി എൻ്റെ ലൈഫിൽ ഇനി എൻ്റെ ഈ ഒരു ബേക്കിംഗ് ജേണിയിൽ ഡിസ്കൗണ്ട് എന്നുള്ളൊരു സംഭവം എൻ്റെ നിഘണ്ടുവിലില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചേക്കണത്. പക്ഷെ എന്നാലും നമുക്ക് ചിലവർക്കൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരും. കാരണം ചെയ്ത് കൊടുക്കേണ്ട ആരാന്ന് വെച്ചാൽ നമ്മുടെ പരിചയത്തിൽ തന്നെ എന്താ പറയുക, തീരെ കേക്ക് വാങ്ങിക്കാനുള്ള നിവൃത്തിയൊന്നും ഇല്ലാത്തവരായിരിക്കും. എന്നാലും മക്കളുടെ സന്തോഷം കാണാൻ വേണ്ടിയിട്ട്. കാരണം അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക് കട്ട് ചെയ്യാനൊക്കെ പറഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഓരോ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണും. അതേപോലെ ഫ്രണ്ട്സൊക്കെ സ്കൂളിൽ വന്ന സമയത്തൊക്കെ ആയാലും പറയും എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അവരുടെ മനസ്സിലാഗ്രഹം ഉണ്ടാവും, എൻ്റെ ബർത്ത്ഡേന് എന്നാൽ കേക്ക് കട്ട് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം അവരുടെ മനസ്സിലുണ്ടാവും. അങ്ങനെ മക്കളുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ സന്തോഷം കാണാൻ വേണ്ടിയിട്ട് മാത്രം ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കേക്ക് വാങ്ങിക്കുന്നവർ ഒരുപാട് പേര് എനിക്കറിയാം കേട്ടോ. കാരണം അതെനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എനിക്കും മക്കളുണ്ട്, അവരുടെ കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ. ഇപ്പം എൻ്റെ മക്കളുടെ ബർത്ത്ഡേക്ക് ഇപ്പം എല്ലാവരും വിചാരിക്കും ഞാനൊരു ഹോം ബേക്കർ ആയതുകൊണ്ട് എൻ്റെ മക്കൾക്ക് എപ്പോഴും കേക്ക് കഴിക്കാം. അവരുടെ ഫ്രണ്ട്സ് തന്നെ അവരെ കളിയാക്കും, നിൻ്റെ ഉമ്മി കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും കേക്ക് കഴിക്കാമല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും കഴിക്കണ പോലെ തന്നെ, അല്ലെങ്കിൽ അത്രയും പോലും കഴിക്കില്ല എന്ന് തോന്നുന്നു. കാരണം എനിക്ക് 3 മക്കളാണ്. അവരുടെ 3 ബർത്ത്ഡേക്ക്, അതായത് വർഷത്തിൽ 3 പ്രാവശ്യമാണ് ഞാൻ കേക്ക് ഉണ്ടാക്കി അവർക്ക് കൊടുക്കാറുള്ളൂ.
പിന്നെ ചിലപ്പോൾ വീട്ടിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ വെഡിങ് അമ്മച്ചിയുടെ അച്ഛൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം. അതൊക്കെ റെയറായിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കാം അവരുടെ ഒരു ബർത്ത്ഡേക്ക് മിസ് ചെയ്യാതെ ഉണ്ടാക്കാൻ പറ്റാറുണ്ട്. വേറെ അസുഖമോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കാൻ നോക്കാറുണ്ട്. അതല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വാങ്ങിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അവരുടെ ആഗ്രഹത്തിൻ്റെ പുറത്ത് അത് നടത്തി കൊടുക്കാൻ വേണ്ടി, അവരുടെ സന്തോഷം കാണാൻ വേണ്ടി മാത്രം അവർക്ക് ഇഷ്ടപ്പെട്ട തീമിൽ ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വരാറുണ്ട്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരാരും നമ്മുടെ അടുത്ത് ബാർഗെയിൻ ചെയ്യാറില്ല, വില കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഒന്നും ബാർഗെയിൻ ചെയ്യണവർ എനിക്ക് തോന്നുന്നു കൂടുതലും പൈസ ഉള്ളവരായിരിക്കും. ഈ ചിലവരങ്ങനെ ബാർഗെയിൻ ചെയ്ത് ശീലിച്ചു പോയി, അത് അവരുടെ ശീലമായിപ്പോയി. അങ്ങനെയുള്ളവർക്കൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കേണ്ടേ കാര്യമില്ല. നമ്മൾ അടുത്തറിയാവുന്ന നമുക്ക് ഇതുപോലെ തീരെ നിവൃത്തിയില്ലാണ്ട് അങ്ങനെ കുറച്ച് പാവപ്പെട്ട ആൾക്കാരുണ്ടാവില്ല, അങ്ങനെയുള്ളവർ വന്നാൽ മാത്രം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാത്തവർക്ക് ഇപ്പോൾ ഒരു സ്വന്തത്തിൻ്റെയും ബന്ധത്തിൻ്റെയും പേരിൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു കസിനായിട്ടുള്ള ഒരാളുണ്ട്. അവളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ മിക്ക ഫ്രണ്ട്സിൻ്റെ അടുത്തും അതേപോലെ റിലേറ്റീവ്സിൻ്റെ ആരുടെ അടുത്താണെങ്കിലും എൻ്റെ കേക്കിനെ റെക്കമെൻഡ് ചെയ്യുന്നവളാണ് അവൾ. കാരണം അവൾ കേക്കാണ്, അവരിങ്ങനെ കേക്ക് വാങ്ങാൻ പോവാണ്, എവിടെയെങ്കിലും നിൻ്റെ പരിചയത്തിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ആദ്യം തന്നെ എൻ്റെ കേക്കിൻ്റെ കാര്യം റെക്കമെൻഡ് ചെയ്യും. അവിടെ അത്യാവശ്യം നല്ല കേക്കാണ്, ഞാൻ എല്ലാ ആവശ്യത്തിനും അവിടെ നിന്നാണ് വാങ്ങിക്കണേ, പിന്നെ അത്യാവശ്യം റേറ്റ് കുറവുണ്ട് എന്ന് പറഞ്ഞ് അവൾ റെക്കമെൻഡ് ചെയ്യും. സത്യം പറഞ്ഞാൽ അവൾ പറയണത് നമുക്കൊരു ഓർഡർ അവളുടെ ഭാഗത്ത് നിന്ന് ഒരു ഓർഡറെങ്കിലും കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ള നല്ല മനസ്സിലാണ് അവൾ റെക്കമെൻഡ് ചെയ്യണത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഭയങ്കര നെഗറ്റീവായിട്ടാണ് കേട്ടോ ബാധിക്കുന്നത്. കാരണം റേറ്റ് കുറവാണെന്നും പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യുമ്പോൾ കസ്റ്റമറിൻ്റെ മനസ്സിൽ, ചിലവരുടെയെങ്കിലും മനസ്സിൽ എന്തുകൊണ്ടാണ് റേറ്റ് കുറച്ച് വിൽക്കുന്നത്, അവരുടെ കേക്കിന് ക്വാളിറ്റി ഇല്ലായിരിക്കാം എന്ന് വിചാരിക്കും. ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ വ്യക്തി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് കേക്ക് ഓർഡർ ചെയ്തു. ആ ആൾ എൻ്റെ അടുത്ത് ഇന്ന കേക്ക് വേണം 2 കേക്ക് വാങ്ങിച്ചു. ½ kg 2 വാനിലയാണ് കേട്ടോ എൻ്റെ അടുത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നും നമ്മൾ തന്നെ മോഡൽ, സാധാരണ കസ്റ്റമേഴ്സിനെ ഒരു തീം പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് മോഡൽസ് നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കും. അവർ തന്നെ സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് അയച്ചിട്ട് നമ്മളത് ചെയ്യാനായിട്ട് ചെയ്യണത്. പക്ഷേ ഇത് അങ്ങനെ ഒരു ആവശ്യമൊന്നും വന്നിട്ടില്ല. അവർ തന്നെ ആദ്യം തന്നെ 2 കേക്കിൻ്റെ ഓർഡർ, ഒരു ബോയിയുടെ ബർത്ത്ഡേക്കും അതുപോലെ ഒരു ഗേളിൻ്റെ ബർത്ത്ഡേക്കും വേണ്ടിയിട്ടുള്ള 2 കേക്ക്, ഒരെണ്ണം റിബണൊക്കെ വെച്ചിട്ടുള്ള വിൻറ്റേജ് തീമിൽ പിങ്ക് കളറിൽ ചെയ്യാനുള്ള കേക്കും, ഒരെണ്ണം സ്പൈഡർമാൻ്റെ വെബ് ഡിസൈനൊക്കെ ഫുള്ള് വരയ്ക്കണം. ടോപ്പിൽ മാത്രമല്ല സൈഡിൽ കൂടെ ഒക്കെ വെബ് ഡിസൈൻ വരച്ചിട്ട് സ്പൈഡർമാൻ്റെ ഒരു പ്രിൻ്റൊക്കെ വരച്ചിട്ടുള്ള ഒരു കേക്കായിരുന്നു ഒരെണ്ണം. അത് രണ്ടും അയച്ചു തന്നിട്ട് സെയിം അതേപോലെ തന്നെ ചെയ്യാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. പക്ഷേ നമുക്ക് ഈ ഓർഡർ തന്ന സമയത്തും അത് കഴിഞ്ഞ് ഒരു തവണയും കൂടെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, 1-2 തവണയാണോ എന്ന് ഞാൻ കറക്റ്റ് ഓർക്കുള്ള, എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു റേറ്റ് എത്രയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കപ്പോൾ റേറ്റ് പറയാൻ പറ്റില്ല. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ ഫോൾട്ട്. അതാണ് ഫസ്റ്റിലെ ഫോൾട്ട്. ഞാൻ കാണിച്ചത് ഞാൻ തന്നെയാണ്, അത് ഞാൻ സമ്മതിക്കണം. അതിന് ഒരുപാട് അവരുടെ അടുത്ത് ഞാൻ സോറി പറഞ്ഞു. കാരണം ഞാൻ അത്രയേറെ തിരക്കില്ലായിരുന്നു 2 ദിവസം. ഈ 2 ദിവസം ഭയങ്കര മഴയും കാറ്റൊക്കെ ആയിട്ട് കറണ്ട് പോകും. ഞങ്ങളുടെ ഇവിടെ കറണ്ടൊന്നും ഉണ്ടായില്ല. രാത്രിയൊക്കെ ഫുള്ള് കറണ്ടില്ലാണ്ട് ഞങ്ങൾ എങ്ങനെയാണ് പിള്ളേരെ വെച്ചുകൊണ്ട് ഉറങ്ങിയത് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അത്ര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് മാറി ഒരു റിലേറ്റീവിൻ്റെ വീടുണ്ട്, അവിടെ കറണ്ട് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് ക്രീം അടിക്കുന്നു. ആ ക്രീമായിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നു, ഇവിടെ വന്ന് കേക്ക് കോട്ട് ചെയ്യുന്നു, വീണ്ടും ആ കേക്കുമായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാൻ വീണ്ടും അവിടെ പോകുന്നു. അങ്ങനെ ഒരുപാട് ഓടി നടന്ന സമയമായതുകൊണ്ട് നമുക്ക് ആ സമയത്ത് അവർ ചോദിക്കുമ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞു. എനിക്ക് പറയാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് നോർമലി വരുന്ന കസ്റ്റമേഴ്സിനെ പോലെ തന്നെ ഉള്ളവരായിരിക്കുമല്ലോ എന്ന് ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. പക്ഷേ ഈ ഒരു കസ്റ്റമർ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്തായിരുന്നു അവരുടെ ചിന്താഗതി. കാരണം എനിക്ക് പറയാൻ പറ്റിയില്ല. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റാത്തതിന് ഞാൻ ഒരുപാട് സോറി അവരുടെ അടുത്ത് പറഞ്ഞു. ഒരുപാടെന്ന് വെച്ചാൽ ഒരു മനുഷ്യന് എത്രത്തോളം താഴാവോ അത്രയും സോറി ഞാൻ പറഞ്ഞു. ആ സ്ക്രീൻഷോട്ട് ഫുൾ എൻ്റെ ചാറ്റിൽ കിടക്കുന്നുണ്ട്, ഞാൻ ഒന്നും കളഞ്ഞിട്ടില്ല. അത്രയേറെ അവരോട് ഞാൻ സോറി പറഞ്ഞു. എനിക്ക് പറ്റാത്തതുകൊണ്ടാണ്. സാധാരണ എല്ലാവരോടും തീമിൻ്റെ റേറ്റൊക്കെ ഞാൻ നേരത്തെ പറയണതാണ്, പക്ഷേ ഇതെനിക്ക് പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് സോറി പറഞ്ഞു. പക്ഷേ അവർ നമ്മളെ മനസ്സിലാക്കാൻ റെഡിയായില്ല. അപ്പോൾ പ്രശ്നം പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 കേക്കിനും എക്സ്ട്രാ പേയ്മെൻറ്റ് ആഡ് ചെയ്യേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞ എമൗണ്ട് അവർക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതായത് അവർ പറയുന്നുണ്ട് ഞാൻ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആളാണ്, എനിക്ക് ഒരുപാട് ഹോം ബേക്കേഴ്സിനെ പരിചയമുണ്ട്, ഒരുപാട് ഫേമസ് ബ്രാൻഡിനെ പരിചയമുണ്ടെന്നൊക്കെ. അങ്ങനെ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരാൾക്കാണെങ്കിൽ അതൊരു കോമൺ സെൻസ് മതി ആ 2 കേക്കിനും എക്സ്ട്രാ റേറ്റ് വരൂ എന്നുള്ളത്. പിന്നെ എന്നിട്ടും എന്തുകൊണ്ടാണെന്നറിയില്ല. പിന്നെ എൻ്റെ പരിചയത്തിലുള്ള 2 ഹോം ബേക്കേഴ്സിൻ്റെ അടുത്ത് 2-3 ഹോം ബേക്കേഴ്സിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവർ ഞാൻ പറഞ്ഞ എക്സ്ട്രാ റേറ്റിനും ഇരട്ടി റേറ്റാണ് അവർ വാങ്ങിക്കണതെന്ന് പറഞ്ഞിട്ടുള്ള സ്ക്രീൻഷോട്ടും വോയിസും ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. എന്നിട്ടും അവരത് മനസ്സിലാക്കാൻ കൂട്ടാക്കിയില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പരിചയമുള്ള ഹോം ബേക്കേഴ്സിൻ്റെ അടുത്ത് പിന്നെ ഒരു ഫേമസ് ബ്രാൻഡിനെ പരിചയമുണ്ടെന്ന് പറഞ്ഞില്ലേ, അവരോടും ചോദിച്ചോ ഈ കേക്കിന് എത്ര റേറ്റ് എക്സ്ട്രാ വാങ്ങാം. എന്നിട്ട് ഞാൻ പറഞ്ഞത് കൂടുതലാണെങ്കിൽ എനിക്ക് റേറ്റ് തരണ്ട എന്നും ഞാൻ പറഞ്ഞു. എന്നിട്ട് പോലെ അവർ
ചോദിക്കാൻ കൂട്ടാക്കിയോ ചോദിച്ചോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ അടുത്ത് ഭയങ്കരമായിട്ട് തട്ടി കയറാണ് അവർ വന്നുകൊണ്ടിരുന്നത്. ഞാൻ ആ റേറ്റ് തരില്ല, നോർമൽ പ്രൈസ് ലിസ്റ്റിലുള്ള നോർമൽ കേക്കിൻ്റെ റേറ്റ് മാത്രമേ ഞാൻ തരുള്ളൂ എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് തർക്കിക്കുന്നു എന്ന് മാത്രമല്ല, പിന്നെ നമ്മളെ ഹേർട്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി അവർ ഓരോന്ന് പറഞ്ഞ് ഹേർട്ട് ചെയ്തു. പിന്നെ നമ്മുടെ ക്വാളിറ്റീനെയും നമ്മുടെ വിലേനെയും ഒക്കെ വെച്ച് അവർ കമ്പയർ ചെയ്ത് ഭയങ്കരമായിട്ട് മോശമായിട്ട് സംസാരിച്ചു. എൻ്റെ കേക്കിന് തീരെ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കണത്. അപ്പോൾ ക്വാളിറ്റി കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, കുറച്ച് വിലക്കുറവിൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് നിങ്ങളുടെ അടുത്ത് വന്നത്. അങ്ങനെ വരെ പറഞ്ഞു. അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാതെ, എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൊരു വേർഡായിരുന്നു കേട്ടോ അത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് നേരത്തെ റേറ്റ് ഞാൻ പറയാൻ പറ്റിയില്ല. ആ പറയാത്ത ദേഷ്യത്തിലാണ് അവരിതെല്ലാം പറഞ്ഞു കൂട്ടിയത്. കാരണം നമ്മൾ അത്രയും സിൻസിയറായിട്ട് ഓരോ കാര്യങ്ങളും ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചാണ് നമ്മൾ കേക്ക് ചെയ്യണത്. ഇതുവരെ ഞാൻ 6 വർഷമായി കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ ഈ 6 വർഷമായിട്ടും ഇതേപോലെ ഇങ്ങനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്നോട് ആരും സംസാരിച്ചിട്ടില്ല. വളരെ നല്ല ഫീഡ്ബാക്ക്. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി റേറ്റ് പറയാൻ മറന്നു പോയതാണെങ്കിൽ പോലും ഞാൻ ചോദിക്കണ പൈസ തന്നിട്ടുള്ള കസ്റ്റമേഴ്സാണ് എൻ്റെ കൂടുതലെന്നല്ല 95%. പിന്നെ ഇതുപോലുള്ള ആളുകൾ വല്ലപ്പോഴും 1, 2, 3 വന്ന് പോകുന്നു എന്നല്ലാതെ ബാക്കിയെല്ലാം എൻ്റെ ഹാപ്പി കസ്റ്റമേഴ്സാണ് കേട്ടോ. മാഷാ അല്ലാഹ്. പിന്നെ കേക്കിനെ പറ്റി എന്തെങ്കിലും ഒരു ചെറിയ നെഗറ്റീവ് പറയാനുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് കേക്കിന് മധുരം കൂടുതലോ മധുരം കുറവോ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വളരെ സ്നേഹത്തോടെ വന്ന് പറയുന്ന കസ്റ്റമേഴ്സാണ് കേട്ടോ ഫുള്ളും. അതിലും വലിയ ഇതിൽ ഫണ്ണായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെയിം കസ്റ്റമർ എന്നെ ഒരു 4 മാസം മുമ്പ്, അതായത് ഡിസംബറിൽ നമ്മുടെ അടുത്ത് ഒരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ കേക്കിന് അവർ തന്ന ഫീഡ്ബാക്ക് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. വളരെ നല്ല ഫീഡ്ബാക്ക്, വളരെ മാന്യമായിട്ട് എന്നോട് സംസാരിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് ആയിരുന്നു കേട്ടോ. അന്നത് കേക്ക് പറഞ്ഞു ഇന്നത്തെ ഈ ഒരു സംഭവത്തിൻ്റെ ദേഷ്യത്തിൽ അവർ ആ കേക്കിനെയും ഇതിലേക്ക് വലിച്ചഴിച്ചിട്ട് അന്നത്തെ കേക്ക് വളരെ മോശമായിരുന്നു, വായിൽ വയ്ക്കാൻ കൊള്ളില്ലായിരുന്നു, ക്രീമിന് എന്തോ ചൊവ്വയായിരുന്നു, അന്ന് നിനക്ക് വിഷമാവണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാനത് പറയാതിരുന്നത്. ഇപ്പം ഇത്രയും സംസാരിച്ച ആൾ എനിക്ക് വിഷമാവണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ പറയാണ്ടിരിക്കുന്നു കേൾക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ അതിനുള്ള റിപ്ലൈ ഞാൻ അപ്പം തന്നെ ചോദിച്ചു. കാരണം എനിക്ക് വിഷമാവാതിരിക്കാൻ മാത്രം നമ്മൾ തമ്മിൽ മുമ്പ് എന്തെങ്കിലും പരിചയം ഉണ്ടായിരുന്നു എന്ന് ഞാൻ അവരോട് തിരിച്ച് ചോദിച്ചു. പിന്നെ എന്തിന് ക്വാളിറ്റി ഇല്ലാത്ത സാധനം വീണ്ടും വീണ്ടും വാങ്ങണം? ഒന്നുമില്ലെങ്കിലും മക്കൾക്ക് കൊടുക്കാനുള്ളതല്ലേ. ഒരു തവണ വാങ്ങി ക്വാളിറ്റി ഇല്ലയെന്ന് അറിയുമ്പോൾ പിന്നെയും വീണ്ടും നമ്മുടെ തന്നെ വരേണ്ട കാര്യമില്ലല്ലോ. നല്ല സാധനം വാങ്ങി കൊടുക്കാറുന്നില്ലേ പിള്ളേർക്കെന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് അവരെനിക്ക് ഇങ്ങനത്തെ മറുപടി തന്നത്. ക്വാളിറ്റി കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, വില കുറച്ച് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് നിൻ്റെ അടുത്ത് വന്നതെന്ന്. അപ്പം അങ്ങനെ പ്രതീക്ഷിച്ച് വന്ന ആൾ നമ്മുടെ പണിയെടുത്ത പൈസ, അതായത് തീമിൻ്റെ റേറ്റ് കൂടുതൽ പറഞ്ഞപ്പോൾ അവർക്ക് അങ്ങോട്ട് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ദേഷ്യമാണ് ഫുള്ള് നമ്മുടെ അടുത്ത് കാണിച്ചത്. അപ്പോൾ എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ചെറിയ ബിസിനസ്സിൽ എന്തെങ്കിലും ചെറിയ ഡിസ്കൗണ്ടുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നിർത്തിക്കോ. അത് നല്ലതല്ല. നമ്മുടെ ബ്രാൻഡിനെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയാണ് ഓരോരുത്തരും മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ക്വാളിറ്റി കുറച്ചുകൊണ്ടാണ് നമ്മൾ വില കുറച്ച് വിൽക്കുന്നതെന്നാണ് ഓരോരുത്തരുടെയും തെറ്റായ ധാരണ. അതുകൊണ്ട് ആരും ഇനി ആ ഒരു പണിക്ക് നിൽക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വീഡിയോയുടെ റീച്ചിന് വേണ്ടിയോ കണ്ടന്റിന് വേണ്ടിയിട്ട് വന്നതാണെന്ന് ചിലരെങ്കിലും പറയുമായിരിക്കും. അതൊന്നും എനിക്ക് വിഷയമല്ല. എനിക്ക് എന്തായാലും ഇതിവിടെ പറയണമെന്ന് തോന്നി. കുറച്ച് പേർക്കെങ്കിലും ഇതൊന്ന് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം.